രക്ഷയ്ക്കും നിത്യതയ്ക്കുമായുള്ള മനുഷ്യന്റെയും ദൈവത്തിന്റെയും മാർഗത്തെക്കുറിച്ച് തുടർന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ലോകത്തിൽ നിത്യരക്ഷ പ്രാപിപ്പാൻ വ്യത്യസ്തമായ മാർഗങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. അതിലൊന്ന് മനുഷ്യന്റെ മാർഗമാണ്. അത് മനുഷ്യന്റെ അധ്വാനത്തിലൂടെ, അവന്റെ പ്രവൃത്തിയിലൂടെ അവൻ ചെയ്യുന്ന മാർഗമാണ്. എന്നാൽ നിത്യരക്ഷ പ്രാപിപ്പാൻ ദൈവത്തിന് ഒരു മാർഗമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ദൈവം തികച്ച ഒരു മാർഗമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ദൈവം തന്റെ നിത്യമായ സ്നേഹവും തന്റെ നീതിയും വെളിപ്പെടുത്തി. ആ ക്രൂശിൽ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നീതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തന്റെ നീതി ദാനമായി കൊടുത്ത് അവനെ നീതീകരിച്ച് അവന്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് നീതിമാനായി പ്രഖ്യാപിക്കുന്നു. അവൻ ദൈവത്തിന്റെ നീതിമാനായി തീരുന്നു. വിശ്വാസത്താൽ അവൻ നിത്യരക്ഷയ്ക്കും നിത്യ ജീവനും ഓഹരിക്കാരനായി തീരുന്നു. തുടർന്ന് ഈ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ ഈ വിശ്വാസമാർഗത്തെക്കുറിച്ചും നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വചന പഠനത്തിലൂടെ ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ദൈവിക അനുഗ്രഹം പ്രാപിച്ച്, ദൈവ നീതി പ്രാപിച്ച് വിശ്വാസത്താൽ നിത്യരക്ഷ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷയ്ക്കും നിത്യതയ്ക്കുമായുള്ള ദൈവത്തിൻ്റെ മാർഗമാണ്. ആ ടൈറ്റിൽ തന്നെ ഞാൻ പറയുമ്പോൾ രക്ഷയ്ക്കും നിത്യതയ്ക്കുമായി ദൈവത്തിൻ്റെതല്ലാത്ത മറ്റു മാർഗങ്ങളും ഈ ഭൂമിയിൽ ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പോകുന്ന ദൈവത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായിരിക്കുന്ന ധാരണയും വെളിപ്പാടും ഉണ്ടാകത്തുള്ളൂ. റോമാലേഖനം 3-ാം അധ്യായത്തിൽ 27-ാം വാക്യം തുടങ്ങി നാം വായിക്കുകയാണ്. 3:27 വാക്യം, 3:27 റോമൻസ്. ആകയാൽ പ്രശംസ എവിടെ? അത് പൊയ്പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. ഓക്കെ, അവിടെ 2 മാർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് കർമ്മമാർഗം, മറ്റൊന്ന് വിശ്വാസമാർഗം. കണ്ടോ നിങ്ങൾ? നോക്കിയാട്ടെ റോമൻസ് 3:27. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ. 2 മാർഗങ്ങളെക്കുറിച്ച് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന് കർമ്മമാർഗവും മറ്റൊന്ന് വിശ്വാസമാർഗവും. ഈ വാക്യം നാം പഠിക്കണമെങ്കിൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന ആത്മീയ ദൂതുകളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകണം. ഓക്കെ, അതുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായത്തിൽ എന്താണുള്ളത് എന്ന് ഞാൻ പറയാൻ വേണ്ടി പോവുക ചുരുക്കം വാക്കുകളിൽ. റോമാലേഖനം 1-ാം അധ്യായം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ മുമ്പാകെ സകല ജാതികളും പാപികളാണ്. ഓക്കെ, സകല ജാതികളുമാരാണ്? പാപികളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം ഈ ജാതികളുടെ മേൽ ഇറങ്ങി വരുന്നു. ദൈവം അവരെ തങ്ങളുടെ പാപത്താൽ ന്യായം വിധിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ 1-ാം അധ്യായം വീണ്ടും വായിച്ചു കൊള്ളണം. അതിന്റെ വാക്യം 18 കണ്ടോ?
അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഓക്കെ, മനുഷ്യന്റെ അനീതിക്കെതിരെ, മനുഷ്യന്റെ പാപത്തിനെതിരെ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ക്രോധം പാപത്തിനെതിരെ ജ്വലിക്കുന്നത്? വളരെ എളുപ്പത്തിൽ എനിക്ക് പറയാൻ പറ്റും കാരണം എന്താണെന്ന്. ഉത്തരം, ദൈവം അതിപരിശുദ്ധനായവനായതുകൊണ്ട് അവൻ ഒരിക്കലും പാപത്തെ സഹിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. 2, ദൈവം നീതിമാനായ ന്യായാധിപനായതുകൊണ്ട് തൻ്റെ നീതിക്കൊത്തവണ്ണം പാപത്തെ ന്യായം വിധിക്കേണ്ടതുമുണ്ട്. 2 കാര്യം പറഞ്ഞു. 1, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ക്രോധം, ദൈവത്തിന്റെ ന്യായവിധി പാപിക്കെതിരെ ഉണ്ടാകുന്നത്? ദൈവം കോപിഷ്ഠനായതുകൊണ്ടൊന്നുമല്ല. ദൈവം മഹാകരുണയും കൃപയും മനസ്സലിവുമുള്ളവനാണ്. ഓക്കെ, നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവൻ നമ്മുടെ പിതാവാം ദൈവമാണ്, അവൻ സൃഷ്ടാവാം ദൈവമാണ്. ദൈവം സ്നേഹം തന്നെ. അവൻ കോപമുള്ള ദൈവമൊന്നുമല്ല, അവൻ സ്നേഹം തന്നെ. പിന്നെ എന്തുകൊണ്ടാ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി തീരുന്നത്? എന്തുകൊണ്ടാ അവന്റെ ക്രോധം വെളിപ്പെടുന്നത്? എവിടെ പാപമുണ്ടോ അവിടെ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടും. പാപമില്ലാത്തടുത്ത് അവന് ക്രോധമില്ല. അവന്റെ ദയയും കരുണയും മനസ്സലിവും വിശ്വസ്തതയും ദീർഘക്ഷമയും എല്ലാം അവിടെയുണ്ട്. എന്തുകൊണ്ടാ അവൻ പാപത്തെ സഹിക്കാത്തത്? അവൻ അതിപരിശുദ്ധനാണ്. ആമേൻ. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് വർണ്ണിപ്പാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് പുസ്തകം വരെ ദൈവത്തിന്റെ വിശുദ്ധി എന്ന ശ്രേഷ്ഠ ഗുണത്തെക്കുറിച്ചാണ് വേദപുസ്തകം വിവരിച്ചിരിക്കുന്നത്. ലോകത്തിൽ അനേകമായ പുണ്യഗ്രന്ഥങ്ങളുണ്ട്. അനേകമായ പുണ്യഗ്രന്ഥങ്ങളിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ദൈവങ്ങളും പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം പുണ്യഗ്രന്ഥമാണെങ്കിലും പരിശുദ്ധമാണെങ്കിലും ആ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വെളിപ്പെട്ട ഒരു ദൈവങ്ങളും തങ്ങളെക്കുറിച്ച് അവർ വിശുദ്ധരെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഏത് പുണ്യഗ്രന്ഥം എടുത്തു നോക്കുകയോ ആ ഗ്രന്ഥങ്ങളൊന്നും ആ ഗ്രന്ഥങ്ങളിൽ വെളിപ്പെട്ട ദൈവങ്ങളെക്കുറിച്ച് അവർ വിശുദ്ധരാണെന്ന് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. സർവശക്തനാണെന്നും അത്ഭുതവാനാണെന്നും ദയുള്ളവനാണെന്നും ഒക്കെ എല്ലാ ദൈവങ്ങളെക്കുറിച്ചും പുണ്യഗ്രന്ഥങ്ങൾ പറയുമ്പോൾ ആ ദൈവങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥങ്ങളൊന്നും വിശുദ്ധരായ ദൈവങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആ ദൈവങ്ങൾ പോലും തങ്ങൾ വിശുദ്ധരാണെന്ന് സ്വയം അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് പുസ്തകം വരെ തന്റെ വിശുദ്ധിയെക്കുറിച്ച് എരിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് വിവരിപ്പാൻ എനിക്കിപ്പോൾ സമയമില്ല. സ്വർഗത്തിൽ സാറാഫുകൾ ഏതു നേരത്തും അവനെ ആരാധിക്കുമ്പോൾ, അവന്റെ സ്തുതികളെ വർണ്ണിക്കുമ്പോൾ അവർ വിളിച്ചു പറയുന്ന ഏക അവന്റെ സ്തുതി, ഏക അവന്റെ പുകഴ്ച, യഹോവ പരിശുദ്ധൻ 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 എന്ന് ഇടവിടാതെ നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭൂമിയിൽ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം അവന്റെ സ്തുതികളെ വിവരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി പദങ്ങൾ, ഒത്തിരി വിശേഷണങ്ങൾ പറയാനുണ്ട് അവനെക്കുറിച്ച്. സർവശക്തനാണെന്നും രാജാതിരാജനാണെന്നും അവൻ കർത്താതികർത്തനാണെന്നും അവൻ ദേവാതിദേവനാണെന്നും അവൻ അൽഭയും ഒമേഗയുമാണെന്നും അവൻ ആദിയും അന്തവുമാണെന്നും അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ നാമത്തെ പുകഴ്ത്തുവാനുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ഈ പദങ്ങളൊന്നുമില്ല. ഒരൊറ്റ ഗുണം മാത്രമേ അവർ വിളിച്ചു പറയുന്നുള്ളൂ: യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ. മനസ്സിലാകുമോ? അവന്റെ
അതിശ്രേഷ്ഠ ഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് അവന്റെ വിശുദ്ധിയാണ്. അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്താൽ അവന് പാപത്തെ സഹിക്കുവാൻ കഴിയത്തില്ല. രണ്ടാമത്, അവൻ നീതിമാനായ ന്യായാധിപനാണ്. എവിടെ പാപം കണ്ടാലും എവിടെ ലംഘനം കണ്ടാലും തൻ്റെ നീതിക്കൊത്തവണ്ണം എന്ത് ചെയ്യണം? പാപത്തെ ന്യായം വിധിച്ചേ പറ്റൂ. അവൻ പാപത്തെ ന്യായം വിധിക്കുന്നില്ലെങ്കിൽ അവൻ ആരല്ല? നീതിമാനായ ന്യായാധിപനല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 1-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിലുള്ള സകല മാനവജാതികളുടെ മേലും ദൈവത്തിന്റെ ക്രോധം വരുന്നു. എന്താ കാരണം? അവർ പാപികളാണ്, ദൈവത്തിന്റെ നിയമം ലംഘിച്ചു, ദൈവത്തിനെതിരെ പാപം ചെയ്തു. അതുകൊണ്ട് അവന്റെ നീതിക്കൊത്തവണ്ണം അവൻ ഈ സകല ജാതികളെയും എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ഓക്കെ, ഇനി 2-ാം അധ്യായം പറയുന്നു, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന മതഭക്തരായിരിക്കുന്ന ധാർമ്മികരായിരിക്കുന്ന ദൈവത്തിന്റെ നീതിയുടെ പ്രമാണത്തെ പിന്തുടരുന്ന ഇസ്രായേൽ ജനം, അവരും പാപികളാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ സ്വന്തം ജനമായ മതഭക്തരായ ഇസ്രായേൽ ജനവുമാരാണ്? പാപികളാണ്. ദൈവക്രോധം അവരുടെ മേലും വരുന്നു. ദൈവം അവരെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അപ്പൊ 1-ാം അധ്യായം വ്യക്തമാക്കിയത് സകല ജാതികളും പാപികളാണ്, ദൈവക്രോധത്തിന്റെ കീഴിലാണ്, ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുന്നു. 2-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത് മതഭക്തരായ യഹൂദന്മാരും അവരുമാരാണ്? പാപികളാണ്. ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ വരുന്നു, ദൈവം അവരെയും എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അത് പറഞ്ഞ് 3-ാം അധ്യായത്തിൽ 9-ാം വാക്യം എത്തുമ്പോൾ 3:9, ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. കേട്ടോ, 1-ാം അധ്യായത്തിലൂടെയും 2-ാം അധ്യായത്തിലൂടെയും 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരെ എന്താ തെളിയിച്ചിരിക്കുന്നത്? യഹൂദന്മാരും സകല ജാതികളും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് അപ്പോസ്തലൻ വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് 3:10 വാക്യം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ജാതികളുടെ കൂട്ടത്തിലും മതഭക്തരായ ധാർമ്മികരായ ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദന്റെ കൂട്ടത്തിൽ നിന്നും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ പറ്റിയ ഒരൊറ്റ നീതിമാൻ പോലുമില്ല. സകലരുമാരാണ്? പാപികളാണ്. ഒരു നീതിമാൻ പോലുമില്ലെന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സകല മനുഷ്യരും പാപികളാണ്, നീതിമാനായിട്ട് ആരുമില്ല. എല്ലാവരും ദൈവത്തിനെതിരെ പാപം ചെയ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം, ദൈവത്തിന്റെ ന്യായവിധി സകല മനുഷ്യന്റെ മേലും ഇറങ്ങി വരുന്നു. ദൈവം മനുഷ്യനെ ന്യായം വിധിക്കും എന്ന് രേഖപ്പെടുത്തുകയാണ്. ഇനി 3-ാം അധ്യായം വാക്യം 20 അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയുമില്ല. എന്താണ് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ? എന്തുവാ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ എന്ന് പറഞ്ഞാൽ? ദൈവം യഹൂദന് കൊടുത്ത കൽപ്പനകളാണെന്ത്? ന്യായപ്രമാണം. 10 കൽപ്പനകളും പിന്നെ ക്രമേണ വർദ്ധമാനകമായി കൊടുത്ത മറ്റ് കൽപ്പനകളും കൂട്ടിച്ചേർത്ത് ഏകദേശം 613 കൽപ്പനകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇത് ന്യായപ്രമാണമാണ്. ഇനി ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചാൽ അതിനെ പരിഹരിക്കുവാൻ, പാപത്തെ പരിഹരിക്കുവാൻ, ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ ന്യായപ്രമാണം തന്നെ കൽപ്പിച്ചിരിക്കുന്ന ആചാരങ്ങളും
അനുഷ്ഠാനങ്ങളുമുണ്ട്, യാഗങ്ങളും വഴിപാടുകളും. ജെറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ശുദ്ധീകരണ പരിപാടികളും എണ്ണമറ്റ കൽപ്പനകളാണ്. ഇതെല്ലാം കൂടെ ചേർത്തതാണ് എന്ത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. ഈ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലും ഒരു വ്യക്തിയും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുത്തില്ല. ഓക്കെ, എന്താ നീതീകരണം എന്ന പദത്തിന്റെ അർത്ഥം? ദൈവം ഒരുവനെ പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കുന്നതിനാണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, God considers a person just as if he has never committed a sin. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത വണ്ണം ദൈവം ഒരുവനെ കണക്കാക്കുന്നതിനാണ് എന്തു പറഞ്ഞിരിക്കുന്നത്? നീതീകരണം. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ അവൻ ചെയ്യുന്ന പ്രവർത്തികളാൽ, ആചാരാനുഷ്ഠാനങ്ങളാൽ, അവൻ കഴിക്കുന്ന യാഗത്താൽ, അവൻ ചെയ്യുന്ന തീർത്ഥാടനങ്ങളാൽ, അവൻ കൊടുക്കുന്ന പണം കൊണ്ട് അവന്റെ പാപത്തെ മോചിക്കപ്പെടുകയോ അവൻ പാപം ചെയ്തിട്ടില്ലാത്തവനായോ ദൈവം കണക്കാക്കുന്നില്ല. നോക്കിയേ, 1-ാം അധ്യായത്തിൽ സകല ജാതികളും പാപികളാണെന്നും ദൈവക്രോധത്തിലാണെന്നും ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിലാണെന്നും തെളിയിച്ചു. 2-ാം അധ്യായത്തിൽ യഹൂദന്മാരും പാപികളാണെന്നും ദൈവക്രോധത്തിലാണെന്നും ദൈവത്തിന്റെ ന്യായവിധിയാണെന്നും തെളിയിച്ചു. ഇനി ഈ രണ്ടു കൂട്ടരും, യഹൂദനും ജാതിയും, ഒരുപോലെ പാപമോചനത്തിനായി, ശിക്ഷയിൽ നിന്നുള്ള വിടുതലായ മോക്ഷത്തിനായി, രക്ഷയ്ക്കായി, ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുവാനായി രണ്ടു കൂട്ടരും ഒരുപോലെ പ്രവൃത്തി മാർഗങ്ങൾ ചെയ്യുന്നു. ജാതികൾക്ക് ഈ പ്രവൃത്തി മാർഗം സ്വർഗത്തിലെ ദൈവം കൊടുത്തതല്ല, കാലാകാലങ്ങളിലായി ഓരോ അവതാര പുരുഷന്മാരെന്ന് പറയുന്നവർ ഉണ്ടാക്കിയെടുത്ത, എഴുതപ്പെട്ടതാണ് അവരുടെ പ്രമാണ രീതികളൊക്കെ. പാപം ചെയ്ത മനുഷ്യന് പാപത്തെ പരിഹരിക്കുവാൻ, മോക്ഷം പ്രാപിപ്പാൻ അവർ തനിയെ കണ്ടുപിടിച്ച് വർദ്ധിപ്പിച്ചെടുത്ത ഒരു കൂട്ടം ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്. എന്നാൽ യഹൂദന് ദൈവം തന്നെ നേരിട്ടങ്ങ് കൊടുത്തു. ഓക്കെ, എന്താ അർത്ഥം? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ, ദൈവത്തിന്റെ ഡിമാൻഡിനൊത്തവണ്ണം സകല കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാനും പാപത്തെ പരിഹരിക്കുവാനുമുള്ള ന്യായപ്രമാണവും അതിന്റെ പ്രവൃത്തി മാർഗങ്ങളും ആര് കൊടുത്തു? ദൈവം കൊടുത്തു. ജാതികൾക്കോ അവർ സ്വയമായി കാലക്രമേണ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ യഹൂദനോ ദൈവം പറഞ്ഞു, ഈ ജാതികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ കർമാചാരങ്ങൾ ചെയ്താൽ പറ്റത്തില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണമാകണം. അല്ലെ, ഞങ്ങൾ പുറപ്പാട് പുസ്തകവും ലേവിയായും സംഖ്യ ആവർത്തനമൊക്കെ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ വളരെ ശ്രേഷ്ഠമേറിയതാണ്. ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠമേറിയ ഡിമാൻഡുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അത് ചെയ്യാതെ ആരൊക്കെ പാപത്തിൽ വീഴുന്നുവോ, ആരൊക്കെ ആ വചനം ലംഘിക്കുന്നുവോ അത് പരിഹരിക്കുവാനും ദൈവം ചില പ്രധാനമായ ആചാര അനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, വഴിപാടുകൾ വെച്ചിരുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം, അവന്റെ ഡിമാൻഡിനൊത്തവണ്ണമായിരുന്നു. ഓക്കെ, എന്നാൽ ജാതികളും യഹൂദനും ഒരുപോലെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഡിമാൻഡിനൊത്തവണ്ണം അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു. വചനം പറയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു വ്യക്തിയും ദൈവത്തിന്റെ സന്നിധിയിൽ ആരാകത്തില്ല, നീതീകരിക്കപ്പെടുകയില്ല. അപ്പോൾ നിങ്ങൾ പൊതുവെ ചോദിക്കും, അങ്ങനെ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടുത്തില്ലെങ്കിൽ പിന്നെ ദൈവം എന്തിനാ യഹൂദന്മാർക്ക് ഇത്ര വലിയ പ്രമാണം കൊടുത്തത്? അവരെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത പ്രമാണമാണ്, ആചാരാനുഷ്ഠാനമാണ് ദൈവം കൊടുത്തത്. പല ഉത്തരങ്ങളുണ്ടെങ്കിലും ആ ഉത്തരങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാം, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും
മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട്, കർമ്മമാർഗം കൊണ്ട് പാപങ്ങൾ മോചിക്കപ്പെടുവാനും ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും അവനെ കൊണ്ട് കഴിയത്തില്ലെന്ന് അവന് ബോധ്യം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അവൻ്റെ ഡിമാൻഡിനും അവൻ്റെ സ്റ്റാൻഡേർഡിനും ഒത്തവണ്ണമുള്ള ന്യായപ്രമാണവും അവൻ്റെ പ്രവൃത്തി മാർഗവും വെച്ചത്. മനസ്സിലായില്ല? വ്യക്തമാക്കാം. പാപത്തിൽ വീണ മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും പാപങ്ങളെ പരിഹരിച്ച് നീതീകരിക്കപ്പെടുവാനും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. പാപത്തിൽ വീണ് ആദമിന്റെ മക്കളായ ഹാബേലും കയ്യീനും ദൈവത്തിന്റെ അടുക്കൽ വന്നത് എങ്ങനെയാ? ചില വസ്തുക്കളുമായിട്ടാണ് വന്നത്. എന്താ കാരണം? ഇവനറിയാം നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ പാപിയായ എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന്. കാരണം മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ പാപത്താൽ അവന്റെ അകത്ത് കുറ്റബോധമുണ്ടായി. മനസാക്ഷി എല്ലായ്പ്പോഴും അവനെ എന്താണ് കുറ്റം വിധിക്കുന്നത് കൊണ്ട് അവൻ ഒരിക്കലും ദൈവത്തിന്റെ മുമ്പാകെ നീതിബോധത്തോടുകൂടെ വരാൻ പറ്റത്തില്ല. അവൻ എപ്പോഴും പാപിയാണെന്നുള്ള ബോധ്യം അവനുണ്ട്, എല്ലാ മനുഷ്യനകത്തുണ്ട്. അതുകൊണ്ട് പാപത്താലുള്ള കുറ്റബോധമുണ്ട്. നീതിമാനും പരിശുദ്ധനും തേജോമയനുമായ ദൈവത്തിന്റെ മുമ്പാകെ തനിക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്ന് നന്നായിട്ട് അവനറിയാം. അവിടെയാണ് അവന്റെ മനസ്സാക്ഷിയിലെ കുറ്റം വിധിയെ പരിഹരിച്ച് ദൈവത്തിന് മുമ്പാകെ വന്ന് നിൽക്കാൻ അവൻ എന്താരംഭിച്ചത്? പ്രവൃത്തി മാർഗം. ദൈവം കായീനോടും ഹാബേലിനോടും തന്നെ ആരാധിക്കാൻ വരുമ്പോൾ, തൻ്റെ അടുക്ക വരുമ്പോൾ ആടിനെയും കൊണ്ടുവരണമെന്നോ മറ്റ് ഭൗതിക നന്മകൾ കൊണ്ടുവരണമെന്നോ എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അവൻ പാപി ആയതുകൊണ്ട് നേരിട്ട് ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തെ തൻ്റെ ജീവിതം കൊണ്ട് പ്രസാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ കണ്ടുപിടിച്ചൊരാശയമാണ്, ഞാൻ ഈ ആടിനെയും കൊണ്ടുവരാം. കർത്താവേ, നീ എന്നെ നോക്കരുത്, ഈ വസ്തുവിൽ നോക്കി, ഈ ആടിനെ നോക്കി ആ നന്മയിൽ പ്രസാദിച്ചിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം. മനസ്സിലാകുമോ? ഇങ്ങനെയാണ് മനുഷ്യൻ കർമ്മമാർഗം ആരംഭിച്ചത്. മനുഷ്യന്റെ രക്തത്തിൽ, പാപത്തിൽ വീണ മനുഷ്യന്റെ രക്തത്തിൽ കിടക്കുന്ന ഒരു മാർഗമാണ് പ്രവൃത്തി മാർഗം. ലോകത്തുള്ള എല്ലാ മനുഷ്യനും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പ്രവൃത്തി മാർഗത്താൽ നിങ്ങൾക്ക് എന്നെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്നും രക്ഷപ്രാപിക്കാൻ കഴിയത്തില്ലെന്നും പാപം മോചിക്കപ്പെടുത്തില്ലെന്നും നീതീകരിക്കപ്പെടുത്തില്ലെന്നും ഇവരെ ഒന്ന് പഠിപ്പിക്കാൻ ദൈവം ശ്രമിച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല. എന്താ കാരണം? ഇൻബോൺ നേച്ചറാണ്. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, ജന്മസ്വഭാവമാണ്. അവിടെ ദൈവം ഒരു അബ്രഹാമിനെ ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് അവനൊരു വലിയ സന്തതിയെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ദൈവം പ്രമാണം അങ്ങോട്ട് കൊടുത്തു. അവരെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും വേർതിരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർത്തിട്ട് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണമുള്ള, അവൻ്റെ ഡിമാൻഡിനൊത്തവണ്ണമുള്ള കൽപ്പന എല്ലാം അങ്ങ് കൊടുത്തു. ഇനി ആ കൽപ്പന ലംഘിക്കുമ്പോൾ പരിഹരിക്കപ്പെടാനുള്ള എന്തു കൊടുത്തു? മാർഗങ്ങളും കർമ്മമാർഗങ്ങളും അങ്ങോട്ട് കൊടുത്തു. വളരെ അത്യുത്സാഹത്തോടെ ഈ ഇസ്രായേൽ ജനം ചെയ്യാൻ തുടങ്ങി. വേഗത്തിൽ മനസ്സിലായി, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ എന്തു വരത്തില്ല? പൂർണ്ണ സമാധാനം വരുവാനും കഴിയത്തില്ലെന്ന് അവർ കണ്ടുപിടിച്ചു. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. എന്താണ്? ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത
യാഗങ്ങളും വഴിപാടുകളും കാലാകാലങ്ങളായി ഈ കൂടാരങ്ങളിൽ, സമാഗമന കൂടാരങ്ങളിലും ജെറുസലേം ദേവാലയത്തിലും ജനം അർപ്പിച്ചു പോന്നു. എന്തൊക്കെയാ അത്? ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. ദൈവം കൊടുത്ത ജഡീക നിയമങ്ങളാ. എപ്പോൾ വരെ? യേശു കർത്താവ് വരുന്നത് വരെ, ആ റിഫോർമേഷൻ വരുന്നത് വരെ, ഗുണീകരണ കാലം വരെ മനുഷ്യനെ നിലനിർത്തുവാൻ ദൈവം കൊടുത്ത നിയമങ്ങളാണതൊക്കെ, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. പക്ഷെ ഇത് ചെയ്യുമ്പോ എന്ത് സംഭവിക്കുന്നില്ല? അവന്റെ മനസാക്ഷിയിൽ എന്തുണ്ടാകുന്നില്ല? പൂർണ്ണമായ സമാധാനം വരുന്നില്ല. ശ്രദ്ധിച്ചേ, ഒരുവൻ പാപം ചെയ്താൽ, ദൈവത്തിന്റെ നിയമം ലംഘിച്ചാൽ, അത് ഉടൻ തന്നെ അവന്റെ മനസാക്ഷിയെ ബാധിക്കും. ആമേൻ. മനസാക്ഷിയെ ബാധിച്ചു കഴിഞ്ഞാൽ അവനുടൻ കുറ്റബോധമുണ്ടാകും. ആ കുറ്റബോധം ബാധിച്ച വ്യക്തിക്ക് ദൈവത്തിന്റെ മുമ്പാകെ വരാൻ പറ്റത്തില്ല. അവന്റെ അകത്തുള്ള സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ വേറെ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ മനസാക്ഷിയെ കുറിച്ച് പറഞ്ഞുകൊള്ളാം. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ക്ഷണത്തിൽ പാപം അവന്റെ മനസാക്ഷി എന്ത് ചെയ്യും? മലിനമാക്കി അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കാൻ തുടങ്ങും. അവന്റെ അകത്ത് ദൈവ സമാധാനം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അവൻ പാപിയാണെന്നും കുറ്റവാളിയാണെന്നുമുള്ള ബോധത്തിൽ തുടരും. അത് പരിഹരിക്കാനാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഈ നിയമങ്ങൾ, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും വഴിപാടുകളും ഒക്കെ. പക്ഷെ ഈ യാഗങ്ങളും വഴിപാടുകളും കഴിക്കുമ്പോഴും, ഇതെല്ലാം ചെയ്ത ശേഷവും അവന്റെ മനസ്സാക്ഷി എന്തുണ്ടാകുന്നില്ല? പൂർണ്ണ സമാധാനം ഉണ്ടാകാത്തത് കൊണ്ടാണ് അടുത്ത ദിവസവും അടുത്ത ആഴ്ചയും അടുത്ത മാസവും അടുത്ത വർഷവും ഇതേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവൻ ആവർത്തിക്കുന്നത്. ഈ വർഷം ഒരു യാഗം കഴിച്ചു, മനസാക്ഷി ഒന്നും പൂർണ്ണമായിട്ടൊന്നും സ്വസ്ഥമായില്ല. പിന്നെ എന്ത് ചെയ്യുക? പിറ്റേ വർഷം എന്ത് ചെയ്യുക? യാഗം കഴിക്കുക. അല്ലെങ്കിൽ ഈ വർഷം പാപം മോചിക്കപ്പെടുവാൻ ഈ കുറ്റബോധം അകത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു തീർത്ഥാടനത്തിന് പോയി, ദൈവത്തെ കണ്ടു, പണമൊക്കെ കൊടുത്തു. പക്ഷെ ഈ ദൈവത്തെ കണ്ടതുകൊണ്ടൊന്നും, എന്താ, പണം കൊടുത്തത് കൊണ്ടൊന്നും അവന്റെ മനസാക്ഷിയിലെ ആ കുറ്റബോധം പോയില്ല, മനസാക്ഷിയിൽ സ്വസ്ഥത വന്നില്ല. അതുകൊണ്ട് അടുത്ത വർഷവും അതേ തീർത്ഥാടനം ചെയ്യും. ഈ വർഷം നമ്മൾ കുരിശും ചുമന്നുകൊണ്ട് ഒരു മലയിൽ കയറി പാപം മോചിക്കപ്പെടാൻ, സ്വസ്ഥപ്പെടാൻ വേണ്ടിയാണ്. പക്ഷെ മനസാക്ഷി എന്തില്ല? പൂർണ്ണ സ്വസ്ഥതയും സമാധാനം വരാത്തതുകൊണ്ട് അടുത്ത വർഷം എന്ത് ചെയ്തു? കുരിശുമല കയറി. നോക്കിയേ, എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മതങ്ങളിലും ഇത്തരം ആചാരങ്ങളുണ്ട്. അതെല്ലാ വർഷവും എന്ത് ചെയ്യാണ്? ആവർത്തിക്കുന്നു. കാര്യമെന്താ? ഈ ചെയ്യുന്ന പ്രവൃത്തി മാർഗത്താൽ അവന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവന്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണമുള്ള, ഡിമാൻഡിനൊത്തവണ്ണമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊടുത്തു. അവരെല്ലാം ഉത്സാഹത്തോട് ചെയ്യാൻ തുടങ്ങി. വേഗം മനസ്സിലായി, ഇത് ചെയ്യുന്നത് കൊണ്ടൊന്നും ഞങ്ങളുടെ പാപം മോചിക്കുന്നില്ല, മനസാക്ഷിയിലെ കന്മഷം മാറുന്നില്ല, കുറ്റബോധം മാറുന്നില്ല, ദൈവിക സമാധാനം മാറുന്നില്ല. അവർ അടിക്കടി പാപത്തിലും കുറ്റബോധത്തിലും അകപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. അവസാനം പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് മതിയായി, ഇനി വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഞങ്ങളെ സഹായിക്കാൻ? മനസ്സിലായില്ല. ദൈവം അവരെ പഠിപ്പിച്ചു. എന്താണ്? നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്താൽ, കർമ്മമാർഗത്താൽ നിങ്ങൾക്ക് എൻ്റെ മുമ്പാകെ പാപം മോചിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് നീതിമാനായി പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ന്യായപ്രമാണം കൊടുത്തതിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. അപ്പോൾ എന്തിനാ ന്യായപ്രമാണം കൊടുത്തത്? പ്രവൃത്തി മാർഗത്തിലൂടെ, മനുഷ്യന്റെ കർമ്മമാർഗത്തിലൂടെ, അധ്വാനത്തിലൂടെ പാപങ്ങൾ മോചിച്ച് രക്ഷിക്കപ്പെടുവാനും നീതീകരിക്കപ്പെടുവാനും കഴിയത്തില്ലെന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. 3-ാം അധ്യായത്തിന്റെ വാക്യം 20 പറഞ്ഞു, അതുകൊണ്ട്
ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു വ്യക്തിയും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പോൾ മനുഷ്യന്റെ മാർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായ വചനം പഠിപ്പിച്ചു. 1-ാം അധ്യായത്തിൽ പറഞ്ഞു, സകല മനുഷ്യരും പാപികളാണ്, ദൈവക്രോധത്തിന് കീഴിലാണ്, ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. 2-ാം അധ്യായം പറഞ്ഞു, ദൈവത്തിന്റെ ജനമായ മതഭക്തരായ ഇസ്രയേലും പാപികളാണ്, ദൈവ ക്രോധത്തിലാണ്, ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. ഈ 2 ഗ്രൂപ്പുകളും, സകല ജാതികളും യഹൂദന്മാരും ഒരുപോലെ എന്ത് ചെയ്യുന്നു? പ്രവൃത്തിമാർഗം ചെയ്യുന്നു, കർമ്മമാർഗം ചെയ്യുന്നു. ദൈവത്തിന്റെ മുമ്പാകെ പാപം മോചിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് രക്ഷ പ്രാപിക്കാൻ വേണ്ടി വചനം വ്യക്തമാക്കി, ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തികളാലും മനുഷ്യന്റെ ഒരു മാർഗത്താലും ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടത്തില്ല. അത്രയും പറഞ്ഞു വെച്ചിട്ട് 21-ാം വാക്യം തുടങ്ങി, മനുഷ്യനെ പാപം മോചിച്ച് നീതീകരിച്ച് നീതിമാനാക്കി നിത്യതയിൽ എത്തിപ്പാനുള്ള ദൈവത്തിന്റെ മാർഗം തുടങ്ങുകയാണ്. 3-ാം അധ്യായം 21-ാം വാക്യം തുടങ്ങി എന്ത് പറയുന്നു? നിത്യതയ്ക്കും രക്ഷയ്ക്കുമായുള്ള ദൈവത്തിന്റെ മാർഗം പറയുന്നു. ഓക്കെ, വാക്യം 21. ഇപ്പോഴോ, അവിടെ ഇങ്ങനെ വായിക്കണം, എന്നാൽ ഇപ്പോഴോ, ബട്ട് നൗ. അതാണ് ശരിയായിരിക്കും തർജ്ജമ. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം 21 വരെ എല്ലാവരും പാപികളാണെന്നും ഈ പാപികളായ മനുഷ്യൻ നീതീകരിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് വ്യക്തമാക്കിയ ശേഷം പറയുന്നു, ബട്ട് നൗ, എന്നാൽ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. എന്താണ് ദൈവത്തിന്റെ നീതി? ആ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ എന്തിനാ ന്യായപ്രമാണം കൊടുത്തത്? എന്തിനാ ഇവർ അത്യധ്വാനം ചെയ്തത്? എന്തിനാ പ്രവർത്തിച്ചത്? നീതി പ്രാപിക്കാൻ വേണ്ടിയാ, ദൈവത്തിന്റെ നീതി പ്രാപിക്കാൻ വേണ്ടിയാ. ദൈവത്തിന്റെ നീതി എന്താണെന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ആ നീതി അവർക്ക് പ്രാപിക്കാൻ പറ്റിയില്ല. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇപ്പം ദൈവത്തിന്റെ മാർഗം വന്നു. എന്താണ്? വിശ്വാസമാർഗം. മനുഷ്യന്റെ മാർഗം എന്താണ്? പ്രവൃത്തി മാർഗം, കർമ്മമാർഗം. ഇവിടെ വിശ്വസിക്കുന്നവർക്ക് ആരിൽ? യേശുക്രിസ്തുവിൽ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്തുകൂടാതെ? ന്യായപ്രമാണം കൂടാതെ, അഥവാ യാതൊരു പ്രവൃത്തിയും കൂടാതെ, യാതൊരു അധ്വാനം കൂടാതെ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് എന്ത് ലഭിക്കുന്നു? ദൈവത്തിന്റെ നീതി ലഭിക്കുന്നു. ആമേൻ. ഒരു അധ്വാനം കൂടാതെ. അതാ സുവിശേഷം. വിശ്വാസത്താൽ. മനുഷ്യന്റെ മാർഗം എന്തുവാ? പ്രവർത്തിയാൽ. ദൈവത്തിന്റെ മാർഗം എന്തുവാ? വിശ്വാസത്താൽ. താഴോട്ട് വായിച്ചു വരാം. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്തിന്? ആര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നവർക്ക് അവരെ വിശ്വാസം മൂലം ദൈവം അവരെ നീതീകരിച്ച് അവർക്ക് നീതി കൊടുക്കുന്നു. തന്റെ നീതി ദാനമായി കൊടുത്ത് അവരെ നീതീകരിക്കുന്നു എന്ന സുവിശേഷത്തിന് ആര് സാക്ഷ്യം പറയുന്നു? ന്യായപ്രമാണവും പ്രവാചകന്മാരും. എന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി മലാക്കി വരെയുള്ള മറ്റൊരു സന്ദേശം എന്തുവാ? രക്ഷിക്കപ്പെടണമോ? മോക്ഷം പ്രാപിക്കണമോ? നീതീകരിക്കപ്പെടണമോ? ദൈവനീതി പ്രാപിക്കണമോ? നിത്യത പ്രാപിക്കണമോ? അതിന് ഈ ന്യായപ്രമാണമൊന്നും അനുഷ്ഠിച്ചാൽ പറ്റത്തില്ല. ദൈവം അതിന് മാർഗമൊരുക്കും. അത് വിശ്വാസമാർഗമാണ്. ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് രക്ഷയും നീതിയും സൗജന്യമായ ദൈവം കൊടുക്കും എന്ന് ആര് സാക്ഷ്യം പറഞ്ഞു? ന്യായപ്രമാണവും ന്യായപ്രമാണ കാലത്തിൽ ശുശ്രൂഷിച്ച എല്ലാ പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതൊന്നും ഗ്രഹിപ്പാനായിട്ട് യഹൂദന്മാർക്കൊന്നും കഴിഞ്ഞില്ല. കാര്യം എന്താ? അവർ അധ്വാനത്തിലായിരുന്നല്ലോ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഓക്കെ, എന്നിട്ട് വാക്യം 23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്
ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ആരൊക്കെയാ? 1-ാം അധ്യായത്തിൽ പറഞ്ഞ ജാതികളും 2-ാം അധ്യായത്തിൽ പറഞ്ഞ യഹൂദനും സകല മനുഷ്യരും ദൈവത്തിനെതിരെ പാപം ചെയ്തു. ഏത് പാപം ചെയ്താലും നാം ദൈവത്തിന്റെ നിയമം ലംഘിക്കുകയാണ്. ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ട്. ദൈവത്തിനെതിരെ പാപം ചെയ്തു. അവൻ ദൈവത്തിന്റെ തേജസ്സിനെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. എന്നിട്ട് അടുത്ത വാക്യം, അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ യേശു ക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിങ്കൽ ദൈവം നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. വീണ്ടെടുപ്പ്, റിഡംഷൻ എന്ന പദത്തെക്കുറിച്ചും ഞാൻ നിങ്ങളെ പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. എവിടെ നിന്നാണ് വീണ്ടെടുത്തത്? ദൈവക്രോധത്തിൽ നിന്നും, ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും, നിത്യമായ മരണത്തിൽ നിന്നും അഥവാ നിത്യമായ നരകത്തിൽ നിന്നും ദൈവം നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. വീണ്ടെടുത്തത് പാപത്തിൽ നിന്നോ സാത്താന്റെ കയ്യിൽ നിന്നോ അല്ല. അതിനുപയോഗിക്കേണ്ട പദം മോചനമാണ്, സ്വാതന്ത്ര്യമാണ്. ഓക്കെ, മനസ്സിലാക്കുമോ? ദൈവം നമ്മെ വീണ്ടെടുത്തത് എവിടെ നിന്നാ? 1, 2, 3 അധ്യായത്തിൽ ഞാൻ വ്യക്തമാക്കി, മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവക്രോധത്തിലും ദൈവിക ന്യായവിധിയിലും കീഴിലായി. അത് നിത്യമായ മരണമാണ്, നിത്യമായ നരകമാണ് ആ ന്യായവിധി. ആ ദൈവക്രോധത്തിൽ നിന്നുമാണ് നമ്മെ എന്ത് ചെയ്തത്? വീണ്ടെടുത്തത്. അതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചന്റെ കയ്യിൽ നോക്കി എന്ത് ലഭിച്ചു? മോചനം ലഭിച്ചു. ഇതാണ് കൃത്യമായിരിക്കുന്ന പരിഭാഷ. മനസ്സിലാകുമോ? മുന്നോട്ട് വീണ്ടെടുപ്പ് പഠിപ്പിക്കുമ്പോൾ വചനങ്ങൾ കാണിച്ചു കൊള്ളാം. യേശുക്രിസ്തുവിങ്കിലൂടെ നമ്മെ ദൈവം എന്ത് ചെയ്തു? വീണ്ടെടുത്തു, വിലയ്ക്കു വാങ്ങി. ഓക്കെ, ആ യേശുക്രിസ്തുവിങ്കിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിങ്കിലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യം വേണം. അങ്ങനെ ആ ക്രിസ്തുവിലൂടെ നമ്മെ വിലയ്ക്ക് വാങ്ങിയതിലൂടെ ദൈവം നമ്മെ എന്ത് ചെയ്തു? സൗജന്യമായി നീതീകരിച്ചു. യഥാർത്ഥം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത വണ്ണം നമ്മെ അങ്ങ് കണക്കാക്കി. യേശു നമുക്ക് വേണ്ടിയുള്ള വില, നമ്മുടെ ജീവന്റെ മറുവില, അവന്റെ സ്വന്തം ജീവൻ, സ്വന്തം രക്തം ദൈവത്തിനു കൊടുത്തിട്ട് ദൈവത്തിന്റെ കോപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും നമ്മുടെ ജീവൻ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അതാ വീണ്ടെടുപ്പ്. മനസ്സിലാകുമോ? യേശു അവന്റെ സ്വന്തം ജീവൻ, സ്വന്തം രക്തം നമ്മുടെ ജീവന് പകരമായി, മറുവിലയായി ദൈവത്തിനു കൊടുത്തിട്ട് ദൈവത്തിന്റെ കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും എന്ത് ചെയ്തു? നമ്മെ വിലയ്ക്കു വാങ്ങി. അതാര് വിശ്വസിക്കുന്നുവോ, ഈ വീണ്ടെടുപ്പ് ശുശ്രൂഷ, ഈ വീണ്ടെടുപ്പ് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് എന്ത് ലഭിക്കുന്നു? സൗജന്യമായ നീതീകരണം ലഭിക്കുന്നു. ദൈവം അവരെ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത വണ്ണം എന്ത് ചെയ്യുന്നു? കണക്കാക്കുന്നു. എന്നിട്ട് 25-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് യേശുവിൻ്റെ രക്തം മൂലം എന്തുണ്ട്? നീതീകരണമുണ്ട്. യേശുവിൻ്റെ രക്തം പ്രായശ്ചിത്തമായി തീർന്നു. മനസ്സിലാകുമോ? എൻ്റെ ജീവന്റെ മറുവില അത് ആരുടെ രക്തമാ? യേശുവിൻ്റെ രക്തമാ. അത് കൊടുത്തത് കൊണ്ട് യേശു എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ എനിക്ക് സൗജന്യമായ നീതീകരണമുണ്ട്. ഇനി ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ഈ വീണ്ടെടുപ്പ്, ഈ നീതീകരണം ലഭിക്കേണ്ടതിന് ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുക. യേശു പറഞ്ഞില്ലേ, മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. അങ്ങനെ മനുഷ്യപുത്രനെ ഉയർത്തിയിരിക്കുക, അവനെ ക്രൂശിച്ചിരിക്കുകയാണ്.
അവനെ പരസ്യമായി ലോകത്തിൽ വെച്ചിരിക്കുകയാണ്. ആരവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് എന്താണ്? സൗജന്യമായി എന്താണ്? ദൈവത്തിന്റെ നീതി കൊടുക്കുക, അവനെ നീതീകരിക്കുകയാണ്. ഇനി 25-ാം വാക്യം 2-ാം ഭാഗം, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ദൈവം ക്രൂശിൽ തന്റെ നീതി എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. ആ നീതി എന്താണെന്ന് ഞാൻ പിന്നീട് പഠിപ്പിക്കും. ദൈവം ക്രൂശിൽ എന്ത് കാണിച്ചു? തന്റെ നീതിയെ വെളിപ്പെടുത്തി. എന്തിനു വേണ്ടിയാ? ആര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവനെ സൗജന്യമായി നീതീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. ഇനി 26-ാം വാക്യം ഞാൻ വായിച്ചു കഴിഞ്ഞു. ആകയാൽ വാക്യം 27, പ്രശംസ എവിടെ? എന്താ അർത്ഥം? ആകയാൽ പ്രശംസ എവിടെ? അർത്ഥം എന്താ? 3-ാം അധ്യായം 20-ാം വാക്യം വരെ പറഞ്ഞ രീതിയിൽ ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ കർമ്മത്തിലൂടെ, എൻ്റെ അധ്വാനത്താൽ, ന്യായപ്രമാണത്തിന്റെ ആചാരാനുഷ്ഠാനത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കെന്തുണ്ട്? ദൈവത്തിന്റെ മുമ്പാകെ എന്തുണ്ട്? പ്രശംസയുണ്ട്. കർത്താവേ, നിന്റെ ദാനമൊന്നുമല്ല, പിന്നെ ഞാൻ എന്താ? കഠിനമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നീ പറഞ്ഞ കൽപ്പനയെല്ലാം അനുസരിച്ച് നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് എൻ്റെ സ്വന്തം അധ്വാനത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്കെന്തുണ്ട്? ദൈവത്തിന്റെ മുമ്പാകെ പ്രശംസ ഉണ്ട്. ഇപ്പൊ പ്രശംസയുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മുടെ പാപം മോചിച്ചതും നാം നീതീകരിക്കപ്പെട്ടതും നാം നീതിമാനാകുന്നതും രക്ഷിക്കപ്പെട്ടതുമെല്ലാം എന്താണ്? ദൈവത്തിന്റെ പ്രവൃത്തിയാലാണ്, ദൈവത്തിന്റെ ദാനമാണ്. സൗജന്യമായിട്ടാണ് നീതീകരിച്ചത്. അങ്ങനെ ഞാൻ സൗജന്യമായി നീതീകരിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് എന്തില്ല? ദൈവത്തിന്റെ മുമ്പാകെ പ്രശംസയില്ല. ചോദ്യം, ആകയാൽ പ്രശംസ എവിടെ? 21-ാം വാക്യം തുടങ്ങി 26-ാം വാക്യം വരെ നമ്മെ നീതീകരിച്ച, രക്ഷിച്ച, പാപം മോചിക്കുന്ന ദൈവത്തിന്റെ മാർഗം പറഞ്ഞിട്ട് പറയുകയാണ്, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഒരൊറ്റ വ്യക്തിക്കും ദൈവസന്നിധിയിൽ പ്രശംസിപ്പാൻ പറ്റത്തില്ല. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. നോക്കിയേ, 2 മാർഗം. ഒന്ന് കർമ്മമാർഗം. അതാരുടെ മാർഗമാ? മനുഷ്യന്റെ മാർഗമാണ്, മതത്തിന്റെ മാർഗമാണ്. ദൈവത്തിന്റെ മാർഗം എന്താണ്? വിശ്വാസമാർഗം. അതെന്താണ്? നമ്മുടെ രക്ഷയ്ക്കും നീതീകരണത്തിനും വീണ്ടെടുപ്പിനും ആവശ്യമായതെല്ലാം യേശുക്രിസ്തുവിൽ, അവന്റെ ക്രൂശിൽ സ്വർഗത്തിലെ പിതാവാം ദൈവം തികച്ചു, പൂർത്തീകരിച്ചു. സാൽവേഷൻ ഈസ് എ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ഫാദർ ഗോഡ്. രക്ഷ എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. ആമേൻ. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇനി ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല. ആമേൻ. എന്താ പറഞ്ഞത്? രക്ഷ, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പിതാവാം ദൈവത്താൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. ഇനി ഒരു മനുഷ്യനും അതിൻ്റെ കൂടെ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. പിന്നെ എങ്ങനെ പ്രാപിക്കാം? ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത വീണ്ടെടുപ്പ് കാര്യപരിപാടിയിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി ലഭിക്കുകയാണ്. വിശ്വാസത്താൽ ലഭിക്കുന്നു. അത് ദൈവത്തിന്റെ മാർഗം. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ മാർഗമല്ല, പിന്നെ ആരുടെ മാർഗമാണ്? ദൈവത്തിന്റെ മാർഗമാണ്. ഫെയ്ത്ത് ഈസ് ദ വേ ഓഫ് ഗാഡ് to obtain salvation and eternity. രക്ഷയും നിത്യതയും പ്രാപിപ്പാനുള്ള ദൈവത്തിന്റെ മാർഗമാണ് എന്ത്? വിശ്വാസം. വിശ്വാസം നമ്മുടെ ആണോ? നോ.
വിശ്വാസം മനുഷ്യൻ്റെതല്ല. നമ്മൾ ചിന്തിക്കും നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടെന്ന്. നോ, നമ്മുടേതല്ല വിശ്വാസം. ഇറ്റ്സ് എ വേ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മാർഗമാണ് വിശ്വാസം. മനുഷ്യന്റെ മാർഗം എന്തുവാ? വേ ഓഫ് ഡീഡ്സ്, വേ ഓഫ് വർക്ക്സ്, കർമ്മമാർഗമാണ്. ഇനി ആര് ഈ ദൈവത്തിന്റെ മാർഗത്തിൽ വരുന്നുവോ, ആര് ആ വിശ്വാസം സ്വീകരിക്കുന്നുവോ, ദൈവം അവരെന്ത് ചെയ്യുന്നു? പാപം മോചിച്ച്, രക്ഷിച്ച്, സൗജന്യമായി നീതീകരിച്ച്, നീതിമാനാക്കി, വിശുദ്ധീകരിച്ച്, തേജസ്കരിച്ച് നിത്യതയിൽ മടക്കിയെത്തിക്കുന്നു. വാക്യം 28, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അനുമാനമല്ല, എന്ന് നാം നിർണയിച്ചിരിക്കുന്നു. അതാണ് ശരിയായ പരിഭാഷ. വി കൺക്ലൂഡ് ദാറ്റ്. ഞങ്ങളങ്ങനെ ഉറപ്പിക്കുന്നു. ഇത് അനുമാനമാണോ? അനുമാനമൊന്നുമല്ല. ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയും കൂടാതെ ദൈവത്തിന്റെ മാർഗമായ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങനെ നിർണയിച്ചിരിക്കുന്നു. ഓക്കെ. രക്ഷയ്ക്കും നിത്യതയ്ക്കുമായി ഈ ഭൂമിയിൽ 2 മാർഗം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മനുഷ്യന്റെ മാർഗം, അതിന് പറയും പ്രവൃത്തി മാർഗമെന്ന്. 2 ദൈവത്തിന്റെ മാർഗം, അതിൻ്റെ പേര് വിശ്വാസമാർഗമെന്നാണ്. കാലക്രമേണ ഈ മാർഗത്തെ മനുഷ്യൻ മതമാക്കിന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ മതമാക്കി. ക്രിസ്തീയ മതം എന്നൊരു മതം സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചിട്ടില്ല. സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചിട്ടുള്ളത് ഒരു മാർഗമാണ്, ദ വേ. അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ അനേക ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ദ വേ, മാർഗമെന്നാണ്. എത്ര പേർക്ക് മാർഗം കളിയെക്കുറിച്ച് അറിയാം? പുരാണ ഭാരതത്തിൽ, കേരളത്തിൽ പാരമ്പര്യ ക്രിസ്ത്യാനിടയിൽ ഉണ്ടായ ഒരു കലാരൂപമാണ് മാർഗം കളി. ഇന്നും ആ മാർഗം കളി സ്കൂളിലും കോളേജുകളിലും ഒക്കെ എന്തുണ്ട്? ഒരു കലാരൂപമായി അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അർത്ഥം എന്തുവാ? മനുഷ്യന്റെ മാർഗം വിട്ട് ദൈവത്തിന്റെ മാർഗത്തിൽ വന്നവരുടെ ഒരു കലാരൂപമാണ് മാർഗം കളി. മാർഗത്തിൽ വന്നവരുടെ കളിയാണ്. ഏത് മാർഗത്തിൽ? പ്രവൃത്തി മാർഗം വിട്ട് വിശ്വാസ മാർഗത്തിൽ വന്നവർ ഉണ്ടാക്കിയെടുത്തൊരു കലാരൂപമാണ്. അന്നത്തെ പാട്ടുകളൊക്കെ ആ രീതിയിലായിരുന്നു. പിന്നീട് ഒക്കെ മാറിപ്പോയതാ. വാക്യം കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇത് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു, അല്ലെ? റോമാലേഖനം 3:27 ഞാൻ പറഞ്ഞു, ഇത് വിശ്വാസ മാർഗമാണെന്ന് പറഞ്ഞു. ഇനി അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാൻ വേഗത്തിൽ വായിച്ചു കേൾപ്പിക്കാം. 9:2 1-2 വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ ഏതാ? ദൈവത്തിന്റെ മാർഗമായ വിശ്വാസമാർഗത്തിൽ ഉള്ള പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി ജെറുസലേമിലെ കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. നോക്കിയേ, എന്തുകൊണ്ടാ പൗലൂസ് എതിർക്കാൻ കാരണം? ദൈവം കൊടുത്ത ഒരു വലിയ ശ്രേഷ്ഠമേറിയ മാർഗം അവരുടെ കയ്യിലുണ്ട്. ഏത് മാർഗമാ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി മാർഗം. ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി മാർഗത്തിൽ അഗ്രഗണ്യനായിരുന്നു ഈ പൗലോസ് അപ്പോസ്തലൻ. തന്റെ പേര് ശൗൽ എന്നാ. ആ ദൈവം കൊടുത്ത പ്രവൃത്തി മാർഗത്തിനെതിരെ മറ്റൊരു മാർഗമാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ പുതിയ ഗ്രൂപ്പുകാർ പറയുന്നത്, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒന്നും പ്രവർത്തിക്കേണ്ട, ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു, ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി ആ യേശുക്രിസ്തുവിൽ, ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിച്ചാൽ, ആ വിശ്വാസത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? പാപം മോചിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് നീതിമാനായി തീർന്ന് നിത്യതയിലെത്തും. നോക്കിയേ, ഒരു ഭയങ്കരമായ ന്യായപ്രമാണത്തിന് തികച്ചും വിരോധമാണ് ഏത്? വിശ്വാസമാർഗം.
അത് കേട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലന് ഭ്രാന്ത് പിടിച്ചു. സ്വാഭാവികമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും മതത്തിന്റെ, നിങ്ങളുടെ സമുദായത്തിന്റെ മാർഗത്തെക്കുറിച്ച്, പ്രവർത്തികളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളം ചൂടുപിടിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം നേരിട്ട് കൊടുത്ത, മോശ മുഖാന്തരം നേരിട്ട് കൊടുത്ത ന്യായപ്രമാണത്തിലും അതിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങളും എതിരെ ഒരു പുതിയ മാർഗം വന്നാൽ ഇത്ര ശക്തനായ പൗലോസ് അപ്പോസ്തലന്, ശൗലിന് ഭ്രാന്ത് പിടിക്കത്തില്ല ബ്രദറെ? അവിടെ പറഞ്ഞ വാക്കുണ്ടോ? ഈ മാർഗക്കാർ. ഏത് മാർഗം? വിശ്വാസമാർഗം. ഏത് മാർഗത്തിനെതിര്? പ്രവൃത്തി മാർഗത്തിന് എതിര്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇതിന് മാർഗം, ദ വേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം കണ്ടോളൂ, 18-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 18:25. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. എന്തുവാ കർത്താവിന്റെ മാർഗം? ദ വേ ഓഫ് ദ ലോർഡ്. എന്താണ്? വിശ്വാസമാർഗം. കണ്ടോ? കർത്താവിന്റെ മാർഗം. ഇത് ക്രിസ്തീയ മതമല്ല, പിന്നെന്താണ്? ഇത് മാർഗമാണ്. 9-ാം വാക്യം. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ, പൗലോസ് പ്രസംഗിക്കുന്ന ഈ പുതിയ മാർഗത്തെ എന്ത് ചെയ്തു? മറ്റൊരു കൂട്ടം ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. ഇത് മറന്നു പോരുത്. ഈ മാർഗത്തെക്കുറിച്ച് എവിടെ പറഞ്ഞാലും ഇതിനെ ആൾക്കാർ എതിർക്കും. നിങ്ങൾ പ്രവൃത്തി മാർഗത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ജനമെല്ലാം കൂടെ കൂടും. മനസ്സിലാകുമോ? കാരണം മനുഷ്യന്റെ ഇൻബോൺ നേച്ചറാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്റെ പൊന്നു ബ്രദറെ, ഒരു 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 മെഴുകുതിരിയെങ്കിലും പിടിച്ചില്ലെങ്കിൽ പറ്റുമോ? ഫീൽ ചെയ്യുമോ പ്രാർത്ഥിച്ചതായിട്ട്? നമുക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതൊന്നും പിടിച്ചില്ലെങ്കിലോ ലോകമെല്ലാം നിങ്ങൾക്കെതിരായി തീരും. കാര്യം എന്താ? മനുഷ്യന്റെ ഇൻബോൺ നേച്ചറാണ് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും പ്രവൃത്തി മാർഗത്തിലൂടെ നീതീകരിക്കപ്പെടുക എന്നുള്ളത്. പ്രവൃത്തിയിൽ പ്രശംസിക്കുക. ജഡത്തിലുള്ള പ്രശംസ ഭയങ്കരമാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ എന്ത് ചെയ്തു? അവരെ വിട്ടിട്ട് ഈ വിശ്വാസ മാർഗത്തിൽ വന്നവരെ എന്ത് ചെയ്തു? വേർതിരിച്ച് അവരെ സഭയാക്കി തീർത്തു. സഭയുടെ മാർഗം എന്തുവാ? വിശ്വാസമാർഗം. ഇത് മാർഗമാണ്. അടുത്ത വാക്യം 19:23. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. ഇത് മതമല്ലെന്ന്, ദൈവത്തിന്റെ മാർഗമാ. മാർഗത്തിന്റെ പേരെന്തുവാ? വിശ്വാസ മാർഗമാ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ മാർഗമാ. ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. ഇനി 24:14 വാക്യം. 24:14 22 വാക്യങ്ങൾ. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമൻ ഗവർണറായിരിക്കുന്ന ഫേലിക്സിന്റെ മുമ്പാകെ നിന്ന് താൻ ന്യായവാദം കഴിക്കുകയാണ്. അത് പറയാണ്, ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർ പൗലൂസിനെതിരെയുള്ള പരാതി പറയുക, ഇവൻ വേറെ മതമുണ്ടാക്കി, ഞങ്ങളുടെ മതത്തിന് എതിരായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ശരിയാ, ആ മാർഗപ്രകാരം ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ ആരാധിക്കും. ഇതൊരു മാർഗമാണ്. ഓക്കെ, ഇതൊരു മാർഗമാണ്. ഇനി 22-ാമത്തെ വാക്യം. ഫേലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നു. ആർക്കാ? ഈ ഗവർണറിന് ഈ മാർഗം സംബന്ധിച്ച് എന്തുണ്ട്? സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നു. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി സഭയുടെ 1-ാം നൂറ്റാണ്ടിൽ ഇതെന്തായിരുന്നു? ദ വേ, മാർഗമായിരുന്നു.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ വഴി. ഐ ആം ദ വേ. എന്താ അർത്ഥം? പിതാവിങ്കലേക്കുള്ള, നിത്യതയിലേക്കുള്ള, നിത്യരക്ഷയിലേക്കുള്ള ഏക മാർഗം യേശുവ. ഐ ആം ദ വേ. വേറെ ഒരു മാർഗവുമില്ല. ഒത്തിരി മതങ്ങൾ കാണും, മാർഗം യേശുവ. എങ്ങനെ യേശു മാർഗമായത്? ഇത്രയേ ഉള്ളൂ. അവൻ നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുത്തു, നമ്മെ രക്ഷിപ്പാൻ, ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും നമ്മുടെ ജീവനെ വിലയ്ക്കു വാങ്ങുവാൻ യേശു നമുക്ക് പകരമായി വന്ന് അവന്റെ ജീവൻ നമ്മുടെ ജീവന് മറുവിലയായി ദൈവത്തിന് കൊടുത്തിട്ട് നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ഇനി ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവൻ നിത്യതയിലേക്കുള്ള മാർഗമാണ്. ഐ ആം ദ വേ. യേശു മാത്രമേ മാർഗമുള്ളൂ. ഒത്തിരി മതങ്ങളുണ്ട്, പക്ഷെ പിതാവിങ്കലേക്കുള്ള ഏകമാർഗം, നിത്യരക്ഷയ്ക്കുള്ള ഏകമാർഗം ആരാണ്? യേശുവ. രണ്ട് മാർഗം, മനുഷ്യന്റെ മാർഗവും മറ്റൊന്ന് ദൈവത്തിന്റെ മാർഗവും. മനുഷ്യന്റെ മാർഗം എന്താണ്? പ്രവൃത്തി മാർഗമാണ്. ദൈവത്തിന്റെ മാർഗം എന്താണ്? വിശ്വാസമാർഗമാണ്. എന്താ അർത്ഥം? നാം രക്ഷപ്രാപിപ്പാൻ, നരകത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ, പാപത്തെ മോചിപ്പാൻ ആവശ്യമുള്ളതെല്ലാം പിതാവാം ദൈവം യേശുക്രിസ്തുവിൽ അവന്റെ ക്രൂശിൽ നമുക്കായി നിവർത്തിച്ചു. ഇനി ആരിത് വിശ്വസിക്കുന്നുവോ ഈ വിശ്വാസത്താൽ അവൻ രക്ഷയും നിത്യതയും പ്രാപിക്കാം. നമ്മൾ തുടർന്ന് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ദൈവം നിവർത്തിച്ച വീണ്ടെടുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു സുദീർഘമായ കാര്യങ്ങളുണ്ട്. ആ സുദീർഘമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും വരുന്ന 2-3 ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ വിശ്വാസമാർഗം? എന്താ ഈ വീണ്ടെടുപ്പിന്റെ മാർഗം? എന്താണ് ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ നീതി? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രാർത്ഥനയോട് കൂടെ നമുക്കായിരിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നിന്റെ മാർഗത്തെക്കുറിച്ച് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങൾ ഒരു കാലത്ത് മനുഷ്യന്റെ മാർഗത്തിലായിരുന്നു, എന്നാൽ ഞങ്ങൾ മനുഷ്യന്റെ പ്രവൃത്തി മാർഗം വിട്ട് വിശ്വാസമാർഗത്തിൽ വന്നുവെങ്കിലും ഇന്നും നിന്റെ മാർഗത്തിന്റെ പൂർണ്ണ വെളിപ്പാട് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും പ്രവർത്തിക്കുന്നവരും ജഡത്തിന്റെ പ്രവൃത്തിയിൽ പ്രശംസിക്കുന്നവരുമായി തീർന്നിരിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. ഈ നിർജീവ പ്രവൃത്തികളിൽ നിന്നും മനം തിരിയുവാനായി അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ആരെങ്കിലും മനുഷ്യന്റെ മാർഗത്തിൽ, പ്രവൃത്തിയുടെ മാർഗത്തിൽ തുടരുന്നെങ്കിൽ അവരോട് കൃപ ചെയ്ത് നിന്റെ മാർഗത്തെ, വിശ്വാസ മാർഗത്തെ വെളിപ്പെടുത്തി കൊടുത്ത് നിത്യരക്ഷയ്ക്കായി അവരെ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം പിതാവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.